മുത്തിനറിഞ്ഞൂടെ നമുക്ക് നിൽക്കാൻ കഴിയില്ലാണ്ട് ഇന്റെ മുത്തില്ലാതെ ജീവിക്കാൻ കഴിയില്ല നമുക്ക് അറിഞ്ഞൂടെ. എന്റെ കുട്ടീന്റെ മുഖമൊക്കെ മാറിപ്പോയല്ലോ. എന്തിനു ബാബ ഇത് ചെയ്തത്? ആ അമ്മയ്ക്കിനി ആരുമില്ല. എനിക്ക് ചെറിയൊരു അപേക്ഷയുണ്ട്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ ആ ബോഡി കൊണ്ടുപോയി ഇവക്ക് തിന്നാൻ കൊടുക്കണം. സോഷ്യൽ മീഡിയ ലൈക്കുകൾക്കും റീച്ചിനും വേണ്ടി നിരപരാധിയായ ഒരു മനുഷ്യനെ ക്രൂശിക്കുകയും ഒടുവിൽ അത് അയാളുടെ ആത്മഹത്യയിലേക്ക് നയിക്കുകയും ചെയ്ത സംഭവം അതീവ ദൗർഭാഗ്യകരവും പ്രതിഷേധാർഹവുമാണ്. തിരക്കുള്ള ബസ്സിൽ അപരിചിതനായ ഒരാൾക്കെതിരെ യാതൊരു തെളിവുകളുമില്ലാതെ വ്യാജ ലൈംഗിക അതിക്രമ ആരോപണം ഉന്നയിക്കുകയും അത് വീഡിയോ പകർത്തി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും ചെയ്ത നടപടി അങ്ങേയറ്റം ക്രൂരമാണ്. തിരക്കുള്ള ബസ്സിൽ ആരെങ്കിലും തൊടാതെ നിൽക്കണമെങ്കിൽ സ്വന്തമായി വണ്ടി വിളിച്ചു പോകണം. വണ്ടി നീങ്ങുമ്പോഴും ബ്രേക്ക് ഇടുമ്പോഴും ഒക്കെ തട്ടുകയും മുട്ടുകയൊക്കെ ചെയ്യും. കഴിഞ്ഞ ആഴ്ച ഒരു കാബർക്കി ഇതുപോലെ തന്നെ ക്യാമറയും നോക്കി മര്യാദയ്ക്കുന്ന ഒരു മനുഷ്യനെ നാണം കെടുത്തി. അയാൾ ഒന്നും ചെയ്യുന്നില്ല എന്ന് കണ്ടപ്പോ കൈ നീട്ടി വെച്ചൊക്കെ നോക്കി. ലജ്ജയില്ലേ ഇവറ്റകൾക്കൊക്കെ? ഉളുപ്പില്ലേ? കണ്ടന്റ് ഉണ്ടാക്കാൻ കണ്ടവന്റെ നെഞ്ചത്തേക്ക്. ആ വീഡിയോ കണ്ട എല്ലാവർക്കും അറിയാം അയാൾ മനഃപൂർവ്വം ഒന്നും ചെയ്യുന്നില്ല. ഈ സ്ത്രീ ഒരു ക്യാമറയും പൊക്കി പിടിച്ച് അയാളുടെ കൈ എപ്പ മുട്ടുന്നു എന്ന് നോക്കി നിൽക്കുന്ന വീഡിയോ ആണ് നമ്മൾ കണ്ടത്. സ്വന്തം ഭാഗത്ത് തെറ്റുണ്ടെങ്കിലും അതിജീവിതമാരായി പ്രഖ്യാപിക്കുന്ന ഈ കാലത്ത് നിയമം എല്ലാവർക്കും തുല്യമാവണം. ഇതുപോലെയുള്ള സ്ത്രീകൾ പലപ്പോഴും ചൂഷണം ചെയ്യുകയാണ് നമ്മുടെ സിസ്റ്റത്തെ. സെക്ഷൻ 108 BNS, IT ആക്ട് സെക്ഷൻ 67, സെക്ഷൻ 226 BNS ഇതുപോലെയുള്ള സെക്ഷനുകൾ ഇവരുടെ തലയിൽ ചാർത്തി ഇവളെ അകത്തിടണം. ഇനി ഒരുത്തിയും ഒരുത്തനും കേവലം സോഷ്യൽ മീഡിയ റീച്ചിനും ഫെയിമിനും വേണ്ടി മനുഷ്യരെ കൊത്തി വലിച്ച് കീറാനുള്ള ഡ്രാമയുമായി ഇറങ്ങരുത്. ഇന്ന് നമ്മൾ മിണ്ടാതിരുന്നാൽ ഇതൊരു ട്രെൻഡായി മാറി നാളെ നമ്മുടെയൊക്കെ വീട്ടിലുള്ളവരെയും മരണത്തിലേക്ക് തള്ളിവിടും. ഇന്ന് ഞാൻ നാളെ നീ, അത്രേ ഉള്ളൂ. ഹാഷ്ടാഗുകൾ വരേണ്ടത് അവൾക്ക് വേണ്ടി മാത്രമല്ല അവന് വേണ്ടിയും ആവണം. ഈക്വാലിറ്റി എന്നത് അവിടെയാണ് വർക്കാവേണ്ടത്.